സമീപകാലത്ത് ഹൈബ്രിഡ് കഞ്ചാവിനെ കുറിച്ച് നിരവധി വാർത്തകൾ നമ്മളിങ്ങനെ കാണുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ എന്താണ് ഹൈബ്രിഡ് കഞ്ചാവ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതായത് രണ്ട് തരത്തിലുള്ള കഞ്ചാവ് ചെടികളാണ് ഉള്ളത്. ഒന്ന് കന്നാബിസ് ഇൻഡിക്ക എന്നുള്ളതും അതുപോലെ തന്നെ കന്നാബിസ് സറ്റൈവ എന്ന് പറയുന്നത്. ഈ കന്നാബിസ് ഇൻഡിക്കയും കന്നാബിസ് സറ്റൈവയും ശാസ്ത്രീയമായിട്ട് ഒരു പ്രത്യേക രീതിയിൽ സംയോജിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കി എടുക്കുന്ന ചെടികൾ, അതിൽ നിന്ന് ഉണ്ടാകുന്ന കഞ്ചാവിനെയാണ് ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്നത്. ഇതിൽ കന്നാബിസ് ഇൻഡിക്ക എന്ന് പറയുന്ന ചെടികളിൽ കഞ്ചാവിന്റെ പ്രധാനമായിട്ട് നമ്മളൊരു CBD എന്നുള്ളൊരു അംശമാണ് കാണുന്നത്. ഈ CBD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ലഹരി ഉണ്ടാക്കുന്ന കഞ്ചാവല്ല CBD. അത് ചിലപ്പം ഉറക്കം കിട്ടാനും ഒരു കാമിംഗ് ഇഫക്റ്റ്, ശാന്തതയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കഞ്ചാവിന്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നേരെ മറിച്ച് കന്നാബിസ് സറ്റൈവ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ THC എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതായത് ടെട്രാ ഹൈഡ്രോ കന്നാബിഡോൾ എന്ന് പറയുന്നത്. അതാണ് കൂടുതലായിട്ട് നമുക്കൊരു ഹെഡ് ഹൈ അല്ലെങ്കിൽ ഹൈ ഫീലിംഗ്, ഒരു കിക്ക് ഒക്കെ കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ടെട്രാ ഹൈഡ്രോ കന്നാബിഡോൾ. അപ്പൊ ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് കഞ്ചാവിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ CBDയുടെ അംശം കുറച്ചുകൊണ്ട് ടെട്രാ ഹൈഡ്രോ കന്നാബിഡോളിന്റെ അളവ് കൂട്ടി നിർമ്മിക്കുന്ന, അങ്ങനെ ഉള്ള കഞ്ചാവ് ഉണ്ടാക്കാനായിട്ട് ഉണ്ടാകുന്ന പ്രത്യേകം ചില ചെടികൾ, അത് ശാസ്ത്രീയമായിട്ട് ഉണ്ടാക്കുന്ന ഇതാണ്. അതിൽ 70% വരെ ടെട്രാ ഹൈഡ്രോ കന്നാബിഡോളും ഒരു 20-25% CBD വരുന്ന കഞ്ചാവാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കഞ്ചാവിന്റെ പ്രത്യേകത സാധാരണ ഉള്ള കഞ്ചാവിനേക്കാൾ, വെറും കന്നാബിസ് ഇൻഡിക്കയോ അല്ലെങ്കിൽ കന്നാബിസ് സറ്റൈവോ വരുന്ന കഞ്ചാവിനേക്കാൾ വളരെയധികം മടങ്ങ് ടെട്രാ ഹൈഡ്രോ കന്നാബിഡോൾ ഉണ്ടാകുന്നതുകൊണ്ട് ലഹരി വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ ഹൈബ്രിഡ് കഞ്ചാവിന്റെ കൂടെ തന്നെ ഹൈഡ്രോപോണിക് കഞ്ചാവ് എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള കഞ്ചാവുണ്ട്. അതായത് വളരെ ക്രമീകൃതമായിട്ടുള്ള ടെമ്പറേച്ചറിൽ, ക്രമീകൃതമായിട്ടുള്ള ഈർപ്പത്തിൽ കഞ്ചാവിനെ വളർത്തിയെടുക്കുകയും അതിൽ നിന്ന് ഹൈ കൾട്ടിവേഷനായിട്ട് ഇത്തരത്തിലുള്ള ടെട്രാ ഹൈഡ്രോ കന്നാബിഡോൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കൃഷി രീതിയാണ് ഈ ഹൈഡ്രോപോണിക് അല്ലെങ്കിൽ ഹൈഡ്രോ കഞ്ചാവ്. അപ്പൊ ഇത്തരത്തിലെ കഞ്ചാവ് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ടെട്രാ ഹൈഡ്രോ കന്നാബിഡോളിന്റെ അളവ് കൂടുന്തോറും കൂടുതൽ ലഹരി ഈ വ്യക്തിക്ക് ലഭിക്കുകയാണ്. അതുമൂലം ഈ വ്യക്തിക്ക് ലഹരി ലഭിക്കുന്നതോടുകൂടെ തന്നെ അതുമൂലം ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സും അതിന്റെ പാർശ്വഫലങ്ങളും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് തലച്ചോറിന്റെ പ്രവർത്തനക്ഷമത സാധാരണ മറ്റു വ്യക്തികളെക്കാൾ 2.8 ഇരട്ടി വേഗത്തിൽ, പ്രായം കൂടുന്തോറും പ്രവർത്തനക്ഷമത കുറഞ്ഞു വരുന്ന സ്പീഡ്, ഇത് 2.8 ഇരട്ടി സ്പീഡിൽ തലച്ചോറിന്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞു വരും എന്നുള്ളതാണ് പറയുന്നത്. തലച്ചോറിന്റെ ഓർമ്മശക്തി കുറയും, ശ്രദ്ധ, ഏകാഗ്രത ഇതെല്ലാം കുറയും, എല്ലുകളെല്ലാം പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാക്കുന്ന സൈക്കാട്രിക് ആയിട്ടുള്ള പ്രോബ്ലംസ്, തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള കന്നാബിസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെരുമാറ്റത്തിലെല്ലാം വ്യത്യാസം വരും, വിശപ്പ് കുറയും, ശരീരത്തിന്റെ തൂക്കം കുറയും, ക്ഷീണിച്ചു വരും, പെട്ടെന്ന് ദേഷ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കന്നാബിസ് ഇൻഡ്യൂസ് മോട്ടിവേഷൻ സിൻഡ്രോം എന്ന് പറയുന്ന, അതായത് ഒന്നും പുറത്തു പോകാനോ, ആരോട് ചിരിക്കാനോ, സംസാരിക്കാനോ, ഇടപഴകാനോ, കുടിക്കാനോ, മുടി ചെയ്യാനോ, ഡ്രസ്സ് മാറ്റാനോ, ഷേവ് ചെയ്യാനോ, ജോലി ചെയ്യാനോ ഒന്നും താല്പര്യമില്ലാതെ വീട്ടിൽ തന്നെ ചുരുണ്ടുകൂടി ഇരിക്കുന്ന ഒരു അവസ്ഥ, അതാണ് കന്നാബിസ് ഇൻഡ്യൂസ് മോട്ടിവേഷൻ സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥ. പിന്നെ കന്നാബിസ് ഇൻഡ്യൂസ് സൈക്കോസിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്കീസോഫ്രീനിയ, ഡിപ്രഷൻ, ബൈപോളാർ ഡിസോർഡർ, സംശയരോഗം, അതായത് ഡെലൂഷൻ ഡിസോർഡർ, ഇത്തരത്തിലുള്ള സൈക്കാട്രിക് അസുഖങ്ങൾ ഇത്തരത്തിലുള്ള കന്നാബിസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ ചെറുപ്പം മുതലേ തന്നെ, ഒരു 15 വയസ്സ് മുമ്പോ ആ വയസ്സിലോ കഞ്ചാവ് ഉപയോഗിച്ച് തുടങ്ങിയാൽ ആങ്സൈറ്റി ഡിസോർഡർ, പലതരത്തിലുള്ള ഉത്കണ്ഠ രോഗങ്ങൾ, ഡിപ്രഷൻ എന്നിവയൊക്കെ പ്രായം വരുന്നത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. പഠിക്കാനുള്ള താല്പര്യം കുറയും, ഏകാഗ്രത കുറയും. ഇതുകൂടെ തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ കാർഡിയോളജിസ്റ്റുകൾ പറയുന്നത് ഒരു 20-25 വയസ്സിൽ പലർക്കും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കഞ്ചാവിലുള്ള പല ഇൻഗ്രീഡിയൻസ്, നമുക്ക് അറിയാത്ത പല ഇൻഗ്രീഡിയൻസും ഹാർട്ടിലേക്കുള്ള രക്തക്കുഴലുകൾ ബ്ലോക്ക് ചെയ്ത് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂട്ടുന്നു എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള പല ശാരീരിക മാനസിക പ്രശ്നങ്ങളും
കഞ്ചാവ് വഴി നമുക്കുണ്ടാകുന്ന സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് കഞ്ചാവ്.